ഹരിദ്വാറിൽ നിന്നും കാശിയിൽ നിന്നും 1000-ലധികം സന്യാസിമാർ ഭാരതപ്പുഴയുടെ മണ്ണിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ ശങ്കരന്റെ മുഖമാണ് ആദ്യമായി മനസ്സിലേക്ക് വന്നത്. കാലടിയിൽ ശിവഗുരുവിൻ്റെയും ആര്യാംഭയുടെയും മകനായി ജനിച്ച് പിന്നീട് ഭാരതം മുഴുവൻ ശങ്കരാചാര്യരെന്ന് വണങ്ങിയ ആ മഹാപുരുഷൻ 8ാം വയസ്സിലാണ് ശങ്കരാചാര്യര് സന്യാസം സ്വീകരിച്ച് കാലടി വിട്ട് യാത്ര ആരംഭിച്ചത്. ഒരർത്ഥത്തിൽ അത് ഗുരുവിനെ തേടിയുള്ള ആത്മീയ യാത്രയായിരുന്നു. നദീതീരങ്ങൾ, കാടുകൾ, ഗ്രാമങ്ങൾ എന്നു തുടങ്ങി യാത്ര തുടർന്നു. അവസാനം ചെന്നെത്തിയത് നർമ്മദാ തീരത്തെ ഓംകാരേശ്വരത്തിൽ. അവിടെയാണ് ഗോവിന്ദപാദരെ കാണുന്നത്. ശങ്കരന്റെ യാത്രയുടെ ദിശ ലഭിച്ചത് അവിടെ നിന്നാണ്. ചോളൻ, ചേരൻ, പല്ലവൻ എന്ന് തുടങ്ങി രാഷ്ട്രീയമായും ശൈവം, വൈഷ്ണവർ, ബൗദ്ധർ, ജൈനർ എന്ന് തുടങ്ങി ദാർശനികമായും പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രത്തെ ഒരേ ചിന്തയിൽ ബന്ധിപ്പിക്കാനായിരുന്നു പിന്നീടുള്ള ശങ്കരന്റെ യാത്രകൾ. വർഷങ്ങൾക്കുള്ളിൽ ശങ്കരൻ എഴുതാൻ തുടങ്ങി. ഉപനിഷത്തുകൾക്ക് ഭാഷ്യം, ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം, ബ്രഹ്മസൂത്രങ്ങൾക്ക് ഭാഷ്യം. 16ാം വയസ്സിൽ തന്നെ പ്രധാന ഗ്രന്ഥങ്ങൾ രചിച്ചു എന്നത് മനുഷ്യബുദ്ധിക്ക് തന്നെ വെല്ലുവിളിയാണ്. നീയും ഞാനും വേറെയല്ല എന്ന അദ്വൈത ചിന്തയുമായി ഉത്തരേന്ത്യ മുതൽ തെക്കേ അറ്റം വരെ തന്റെ അറിവും ആശയവുമായി ശങ്കരാചാര്യൻ നടന്നു. കിഴക്കിൽ പുരി, പടിഞ്ഞാറിൽ ദ്വാരക, വടക്കിൽ ജ്യോതിർമഠ്, തെക്കിൽ ശൃംഗേരി. നടന്നു, വാദിച്ചു, പഠിപ്പിച്ചു. ചുരുക്കിൽ പറഞ്ഞാൽ ഭാരതം ഭൂമിശാസ്ത്രത്തിലല്ല ചിന്തകളിൽ തന്നെയാണ് പിളർന്ന് നിന്നിരുന്നത് എന്ന തിരിച്ചറിവിൽ അത് കൂട്ടിച്ചേർക്കാനാണ് ശങ്കരൻ നടന്നത്. വാളുകൊണ്ടല്ല, വാദം കൊണ്ടും ദർശനം കൊണ്ടും. ആ യാത്ര അവസാനിക്കുന്നത് 32ാം വയസ്സിലാണ്. 8ാം വയസ്സിൽ സന്യാസം സ്വീകരിച്ച് 32ാമത്തെ വയസ്സുവരെ മാത്രം 24 വർഷങ്ങൾ. പക്ഷേ ആ 24 വർഷങ്ങൾ കൊണ്ട് 1000 വർഷങ്ങൾക്കപ്പുറത്തുള്ള ചിന്തകളാണ് ബാക്കി വെച്ചത്. വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? മനുഷ്യയുക്തിയിൽ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല എന്ന് തോന്നിയാൽ നിങ്ങൾ ശരിയായ ദിശയിലാണ്. പക്ഷേ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഗീതയും ഉപനിഷത്തും ബ്രഹ്മസൂത്ര ഭാഷ്യങ്ങളും ആരെഴുതി? എപ്പോൾ എഴുതി? ശൃംഗേരി, ദ്വാരക, പുരി, ജ്യോതിർമഠ് എന്ന മഠങ്ങൾ ആരാരംഭിച്ചു? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരേ ദർശന ശൈലി എങ്ങനെ എത്തി? ആര് പഠിപ്പിച്ചു? ഉത്തരം ശങ്കരൻ എന്നല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് കിട്ടില്ല എന്നതാണ് സത്യം. വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അതിന് ഉത്തരം സ്വയം തേടണം. ഉറപ്പായും അതൊടുക്കം ചെന്നെത്തുക ശങ്കരനിലേക്കായിരിക്കും. കാരണം ശങ്കരൻ കേരളം മാത്രം പറയുന്ന കഥയല്ല, ഭാരതം മുഴുവൻ അംഗീകരിച്ച തെളിവുകൾ ബാക്കി വെച്ച ഒരു ജീവിതമാണ്. ആ ശങ്കരന്റെ ജന്മഭൂമിയാണ് കേരളം. അവിടേക്കാണ് സന്യാസിമാർ വരുന്നത്. അതിലും ഒരു പ്രാധാന്യമുണ്ട്. ശങ്കരൻ ഉണ്ടാക്കിയത് ദശനാമി സന്യാസ പരമ്പരയാണെങ്കിൽ വിദേശാക്രമണങ്ങളും മഠത്തിലേക്കുള്ള ആക്രമണങ്ങളും വർദ്ധിച്ചപ്പോൾ ആത്മീയതയ്ക്കൊപ്പം സംരക്ഷണവും ആവശ്യമായി വന്ന കാലഘട്ടത്തിൽ ദശനാമി പരമ്പരയിലെ സന്യാസിമാരാണ് അഖാഡ രൂപത്തിലേക്ക് മാറുന്നത്. അതായത് ശങ്കരൻ വിത്തിട്ടത് ദർശനമാണെങ്കിൽ അഖാഡകൾ അതിന്റെ കാലഘട്ടപരമായ രൂപമാണ്. അഖാഡകൾ നിർമ്മിക്കുന്ന അടിത്തറ ശങ്കരന്റെ ദശനാമി പരമ്പര തന്നെയാണ്. അതുകൊണ്ടാണ് ശങ്കരന്റെ മണ്ണിൽ മഹാമഗ മഹോത്സവം നടക്കുമ്പോൾ അത് വെറും ഉത്സവമല്ല എന്ന് പറയുന്നത്. സന്യാസി സമൂഹം വരുന്നത് ശങ്കരൻ നടന്ന മണ്ണിലേക്കാണ്, അദ്വൈതത്തിന്റെ മണ്ണിലേക്കാണ്. പരമ്പര തിരികെ വരികയാണ് വിത്ത് നട്ട മണ്ണിലേക്ക്. വരുന്നത് ഏത് മഠത്തിൽ നിന്ന്, ഏത് പരമ്പരകളിൽ നിന്നുമാണെന്ന് വ്യക്തതയില്ല. നാഗസാധുക്കളും അഘോരികളും ചിലപ്പോൾ ഉണ്ടായേക്കാം. അവരെ കാണുമ്പോൾ ചിലർക്ക് അസ്വസ്ഥത തോന്നാം, പരിഹാസമുണ്ടാകാം, പോസ്റ്റുകളും വരാം. പക്ഷെ കാലം അവരുടെ വരവിനായി കാത്തിരിക്കുകയാണ്. ശങ്കരന്റെ ജന്മഭൂമി അവരെ വിളിക്കുന്നുണ്ട്. ആ വിളി അവർ കേട്ടിട്ടുമുണ്ട്. ഓം നമ പാർവതീപതയെ, ഹര ഹര മഹാദേവ.